ജോണോവിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ജിനു തോമസ്. എന്റെ പേര് അമൽ വർഗീസ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ്. അത് മലയാളവും തമിഴും ഒന്നുമല്ല, ഒരു പഞ്ചാബി ട്രെയിലറാണ്. അതെ, കുറച്ച് ഡിഫറെന്റ് ആയിട്ട് പഞ്ചാബിയാണ് ചെയ്യാൻ പോകുന്നത്. അതെ, നമുക്ക് പഞ്ചാബി ഭാഷ അത്ര വശമില്ല, എന്നാലും സബ് ടൈറ്റിൽസ് ഒക്കെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ തോന്നുന്നു. കാരണം ഇത് സൂപ്പർ ഹീറോ മൂവിയാണ്, അതുകൊണ്ട് നമുക്ക് മിസ് ചെയ്യാൻ തോന്നില്ല. പിന്നെ അതുകൂടാതെ ധാരാളം സൂപ്പർ ഹീറോ മൂവീസ് വരുന്നുണ്ട്. അതെ, പഞ്ചാബിൽ നിന്ന് രണ്ടാമത്തെ തവണയാണ്. ആദ്യത്തെ പടം 8 നില പൊട്ടിയെങ്കിലും അവരുടെ പ്രതീക്ഷകളൊന്നും ധൈര്യം അസ്തമിച്ചിട്ടില്ല. വീണ്ടും ഒരു സൂപ്പർ ഹീറോ മൂവി ആയിട്ട് വരികയാണ്. സൂപ്പർ സിംഗ് എന്നാണ് സിനിമയുടെ പേര്. അഭിനയിക്കുന്നത് ദിൽജിത് ദൊസാഞ്ച് ആണ്. ദിൽജിത് ദൊസാഞ്ചിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പഞ്ചാബുണ്ട്, അതുപോലെ പില്ലൂരി ഉണ്ട്. പില്ലൂരിക്കകത്തും അഭിനയിച്ചിട്ടുണ്ട്. പഞ്ചാബ് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും തന്നെ കണ്ട പടമാണ്. അതിനകത്ത് പോലീസുകാരനായിട്ടുള്ളത് ദിൽജിത് ദൊസാഞ്ച്. അതെ, ദിൽജിത് ദൊസാഞ്ചിന്റെ റോൾ ആ പോലീസുകാരനായിട്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിലെ നായിക എന്ന് പറയുന്നത് സോനം ബജ്വയാണ്. പഞ്ചാബിലെ ഒരു ലീഡിംഗ് ആക്ട്രസ് ആണ്. അതുപോലെ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന അനുരാഗ് സിംഗ് ആണ്. അനുരാഗ് സിംഗ് തന്നെയാണ് ഇതിന്റെ സ്റ്റോറിയും എഴുതിയിരിക്കുന്നത്. അപ്പോൾ നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ VFX ഒക്കെ നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത്. പഞ്ചാബി സിനിമകളുടെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയിട്ട് നമ്മുടെ പുലിമുരുകം പോലെ അവർ ചെയ്യുന്ന ഒരു സിനിമയാണ്. അതുപോലെ ഈ സിനിമയുടെ VFX ചെയ്തിരിക്കുന്നത് രാവണന്റെ തുപ്പാക്കിയുടെ ഒക്കെ VFX ടീം തന്നെയാണ് എല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയത്തില്ല, എന്നാലും നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒത്തിരി വ്യൂസ് ഉണ്ട് യൂട്യൂബിൽ ഈ വീഡിയോയ്ക്ക്. അതുകൊണ്ട് ഞങ്ങൾ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കാണാം, എന്നിട്ട് നമുക്ക് അതിന്റെ റിവ്യൂസിലേക്ക് കിടക്കാം. എങ്ങനെയുണ്ടെന്ന് പറയാം. പതിനേഴ് പേര് രക്ഷിച്ചെന്നാണ് സൂപ്പർമാന്റെ ഷോട്ട്. ജെയിംസ് കൊള്ളാം. സ്കാനിന്റെ പറ്റില്ല, അത് പുതിയ സൂട്ട് ആയതുകൊണ്ട് പുള്ളിക്ക് ചോർച്ചില് തയ്ക്കാൻ പറ്റുന്നത്. എന്തായാലും കൊള്ളാം, സ്യൂട്ടൊക്കെ കൊള്ളാം. ഒരു അണ്ടർവെയറിന് കുറവുണ്ട്. അല്ല, സൂപ്പർമാൻ ഒന്നും പോയി ആയിക്കോട്ടെ. പാട്ട് കൊള്ളാം, പാട്ട് അടിപൊളിയാണ്. സൂപ്പർമാനെ കൊന്നു അവരെ മുക്കിയിരിക്കുന്നതാണ്. ശക്തി ഇപ്പോഴും മനസ്സിലായെന്നു. 16 ജൂൺ പുള്ളിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വരാ. എവിടെയൊക്കെ വന്നിരുന്നു. കരണ്ടാകുന്നു. അത് ചുമ്മാ പാട്ടിൽ പറയാൻ പറ്റില്ല. ആളുടെ എരുമേനെ പോലും മരിക്കാൻ പറ്റില്ല. സൂപ്പർമാനെ അത് സൂപ്പറായിട്ടുണ്ട്. സിംഗത്രിയുടെ ലോഗോ എന്താ മാറ്റാൻ സൂപ്പർമാന്റെ അതേ കഥ എടുത്തു വെച്ചേക്കാണ്. കുറെ കോമഡി അല്ലേ? അനുരാഗ് സിംഗ് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? പക്ഷെ അത് കോമഡി അടിപൊളിയാട്ടോ.
ഓക്കെ, അപ്പോ നമ്മുടെ സൂപ്പർ സിംഗിന്റെ ട്രെയിലർ കണ്ടു. അടിപൊളി ട്രെയിലറാണ്. അതെ, നല്ല രസമല്ലേ? നല്ല രസമുണ്ടായിരുന്നു. കോമഡി ഞങ്ങൾക്ക് സബ്ജക്ട്സ് വായിച്ചിട്ട് മനസ്സിലായ വെച്ച് നോക്കിയിട്ട് നല്ലതാന്ന് തോന്നുന്നു. പിന്നെ ഇവന്റെ അഭിനയം നല്ലതാണ്. ഇവന് ഉടുത്ത പഞ്ചാബിലാണെങ്കിലും ദിൽജിത്ത് സൂപ്പറായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുന്നത്. ദിൽജിത്ത് ദോസാഞ്ചിന്റെ അടിപൊളി സൂപ്പർ അഭിനയമായിരുന്നു. സൂപ്പർ അഭിനയമായിരുന്നു. അപ്പം പുള്ളി കോമഡി ക്യാരക്ടർ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇതിലാണെങ്കിലും നല്ല രസമുണ്ട്. ആദ്യമായിട്ടാണ് പുള്ളി കോമഡി ചെയ്യുന്നത്. അതെ, സൂപ്പർ പവേഴ്സ് ഉണ്ടെന്ന് ആദ്യം അറിയത്തില്ല നായകൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ വെടിവെക്കുമ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാകുന്നത് പുള്ളി സൂപ്പർ ഹീറോ ആവുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോമഡി ടച്ചില് സൂപ്പർ ഹീറോ ആവുകയും ആൾക്കാരെ രക്ഷിക്കുകയും പിന്നെ സൂപ്പർമാൻ സാധാരണ സൂപ്പർ ഹീറോ പോലെ തന്നെ വില്ലൻ കാണുമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്നു, ഭയങ്കര ഭൂമിനെ ആക്രമിക്കാനോ എല്ലൊക്കെ വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദികളോ അന്യഗ്രഹ ജീവികളോ ഒക്കെ ആയിരിക്കാം. ഇതിന്റെ കഥയാണ് മനസ്സിലായില്ല. അവസാനം ഒരു മിസൈൽ പോകുന്നുണ്ട്, അതിന്റെ പുറകെ പുള്ളി വാങ്ങി പോകുന്നുണ്ട്, കപ്പലെടുത്ത് പോകുന്നുണ്ട്. ആ സീനുകളൊക്കെ നമുക്ക് സൂപ്പർമാനിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ മിന്നോട്ട് വന്നിട്ട് നെഞ്ചിൽ കൊണ്ടിട്ട് മടങ്ങി പോകുന്ന ഒടിഞ്ഞു പോകുന്നതൊക്കെ ഉണ്ട്. അതെല്ലാം സൂപ്പർമാനിൽ നമ്മൾ കണ്ടതാണ്. അത് സൂപ്പർമാൻ, ഇത് സൂപ്പർ സിംഗ്. വ്യത്യാസം. അപ്പം ഇതിപ്പോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാണെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ യൂട്യൂബിലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്കിന്റെ ലിങ്ക് തന്നെ മുകളിൽ കിടപ്പുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനല്. നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെ എൻകറേജ് ചെയ്യണം. അപ്പം ഇതേ വീഡിയോ ആയിട്ട് വരുന്നവരെ